മലയാളികളുടെ ഉറക്കം കെടുത്തുന്ന മുല്ലപ്പെരിയാർ അതീവ ഗുരുതരാവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും അവിടെ ഒരു അനക്കം സംഭവിച്ചാൽ പൊട്ടിത്തകർന്ന് കേരള ജനങ്ങൾ മൊത്തം അറബിക്കടലിലേക്ക് എത്തിപ്പെടും. ഇനിയും ഇതിന് അമാന്തിച്ച് നിന്നുകൂടാ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നിസ്സംഗതക്കെതിരെ എല്ലാവരും കൈകോർക്കുക തന്നെ വേണം. എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും കൂടെ തീരുമാനിക്കണം. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേരളത്തിന്റെ ഭാവി നമ്മുടെ കൈകളിലാണ്. ഒത്തൊരുമിക്കൂ, ഒത്തൊരുമിക്കൂ, എല്ലാവരും കൈകോർക്കൂ. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം ഇതിനോട് കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 പാർട്ടുകൾ നിർബന്ധമായി എല്ലാവരും കാണണം. എല്ലാവർക്കും പാസ് ചെയ്ത് കൊടുക്കണം. ഇനിയെങ്കിലും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണം. മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ മുല്ലപ്പെരിയാർ ശക്തി പ്രാപിച്ചേ മതിയാകൂ. എല്ലാവരും ഞെട്ടിച്ച വയനാട് ദുരന്തം ദിവസം കഴിയുന്തോറും മനുഷ്യരുടെ മനസ്സിൽ നിന്നും അതിൻ്റെ ആ കാഠിന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാനും കുറച്ച് ദിവസങ്ങൾ നിർത്താതെ പെയ്ത മഴ കൊണ്ട് മലയുടെ ചെറിയൊരു ഭാഗം ഉരുളം കല്ലുകളും ചെളികളുമായി വെള്ളത്തിനോട് കൂടെ കുഴ എന്ന് പറഞ്ഞൊഴുകി വന്നപ്പോൾ ഒരു പ്രദേശം 1, 2, 3 പ്രദേശങ്ങൾ സാറ്റലൈറ്റിൻ്റെ രേഖാചിത്രങ്ങളിൽ നിന്നും തേച്ച് മാച്ച് കളഞ്ഞപ്പോൾ അവിടെ ഒരു പുല്ല് പോലും ഇല്ലാതെ അത് ക്ലീനാക്കി കൊണ്ടുപോയപ്പോൾ അതിൽ എത്ര ആളുകളാണ് മണ്ണിനടിയിലുള്ളതെന്നോ ജീവനോടെ ഉള്ളതെന്നോ ഇപ്പോഴും കണക്കാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ അടുത്തും പൊതുജനങ്ങളുടെ അടുത്തും ഏകദേശം ഒരു കണക്ക് മാത്രമേ ഇത്ര സമയമായിട്ടും എടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മൾ റേഷൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം വെച്ച് നമ്മൾ ഇതിനെപ്പറ്റി കണക്ക് കൂട്ടുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത കുറച്ചാളുകൾ അവിടെ വന്ന് ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അതിഥി തൊഴിലാളികളെ പോലുള്ള കുറച്ചാളുകൾ ആ പ്രദേശം ചുറ്റിപ്പറ്റി കുറച്ചാളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർക്കൊന്നും ഒരു കണക്കുകളുമില്ല. ചുരുക്കി പറഞ്ഞ കണക്കില്ലാത്ത അത്രയും ആളുകൾ നിഷ്കരുണം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. ഇതാണ് ചെറിയ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ നമ്മുടെ വയനാട് സംഭവിച്ചത്. ഇതിനു മുന്നേയും ഒരുപാട് കാര്യങ്ങളുണ്ട്. കവളപ്പാറ, അതുപോലെ കേരളത്തിൽ ഒരുപാട് ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിലെല്ലാം മനുഷ്യർ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, അതിശയപ്പെട്ടിട്ടുണ്ട്, സഹായങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്, അതുപോലെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഭക്ഷണം വെച്ച് വിളമ്പിയിട്ടുണ്ട്, റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ മറന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ ലൈവായി വയനാടിലുള്ളത് ഇപ്പോഴേ മറന്നു തുടങ്ങി. ആ തുടക്കത്തിൽ ഉണ്ടായ 1-2 ദിവസങ്ങളിൽ ഉണ്ടായ ഏതൊരു കാര്യത്തിന് 3 ദിവസമാണ് സംഭവിച്ചത്. തൊട്ട് 3 ദിവസം മാത്രമാണ് അതിൻ്റെ മൂർധന്യാവസ്ഥ. അതിനുശേഷം താഴേക്ക് പോകും. ആ താഴേക്ക് പോയി വന്നപ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം നടക്കുന്നു, മറ്റേ റോഡ് തടയൽ പ്രശ്നം നടക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളും ഇതിന് കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഏത് ദുരന്തമല്ല, എന്ത് സംഭവിച്ചാലും അതിനും മുതലെടുപ്പ് നടക്കുന്നു. ഏത് ദുരന്തം സംഭവിച്ചാലും മുതലെടുപ്പ് നടത്താൻ കുറേ ആളുകൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വീട് കുത്തി തുറന്ന്, നശിക്കാത്ത വീടുകളും അൾമാരികളും എല്ലാം കുത്തി തുറന്ന് സ്വർണം, കാശ്, മറ്റ് വിലപിടിപ്പുള്ള കുറേ രേഖകൾ എല്ലാം മോഷ്ടിച്ചത് ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. കടലുണ്ടി പാലത്തിൽ നിന്നും ഭോഗി താഴേക്ക് വീണപ്പോൾ രക്ഷക്കായി ഒരു പെണ്ണ് കൈ ഉയർത്തിയപ്പോൾ ആ കയ്യിൽ നിന്ന് വള ഊരിയെടുക്കുന്ന ഒരു ഫോട്ടോ ഇതിനു മുന്നേ പ്രചരിച്ചതാണ്. ഏതൊരു അപകടത്തിലും ഇതൊക്കെ സർവ്വസാധാരണമാണ്. കാരണം ഒരു കള്ളൻ അവനെന്നും കള്ളൻ തന്നെയായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് അവർ മുൻപന്തിയിൽ തന്നെ കാണും. വയനാട്ടിൽ ഈ ദുരന്തം നടന്നപ്പോൾ അങ്ങിങ്ങായി ചെറിയ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മുല്ലപ്പെരിയാർ വളരെ ചെറുതായി. ചില ആളുകൾ അതിനെപ്പറ്റി സംസാരിച്ച് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം താഴ്ത്തിയെങ്കിലും അവരൊരു ഉപദേശം എന്ന രൂപത്തിലും സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മുല്ലപ്പെരിയാർ? അതിൻ്റെ എല്ലാ കണക്കുകളും, എത്ര ക്യൂബിക് വെള്ളമുണ്ടെന്നും എത്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്നും അതിൻ്റെ വർഷവും, അതുപോലുള്ള അത് പൊട്ടിയാലുള്ള ഇത്ര അണുബോംബിൻ്റെ നാഗസാക്കിയിലും ഹിരോഷിമയിലും വർഷിച്ച ബോംബിൻ്റെ ഇത്ര ഇരട്ടിയുണ്ട്. ഇതെല്ലാം മറ്റ് വീഡിയോകളിൽ എല്ലാറ്റിനും വിവരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്നവർ വിവരവും വിദ്യാഭ്യാസവുമുള്ള വലിയ ആളുകളായിരിക്കും. ഇത്തരം കണക്കുകളെല്ലാം കാൽക്കുലേഷൻ ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം അറിവും വിദ്യാഭ്യാസവും മാത്സും സയൻസും അതുപോലുള്ള വലിയ ടെക്കുകളും അവർക്കെല്ലാം. അവർക്കൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പ്രതിഷേധിക്കുവാനോ സമയമില്ല. അവരെല്ലാവരും ബിസിയിലാണ്. അവർ ജോലി ചെയ്യുന്നു, ആർമാദിച്ച് ജീവിക്കുകയാണ്. അവർ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. കാരണം അവരുടെ ലൈവ് ജീവിതം വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം ചിന്തിക്കുക അവർക്ക് സമയമില്ല. ഇത് ചിന്തിക്കേണ്ടത് സാധാരണ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ 1-2 കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വീഡിയോ ഇതിനെപ്പറ്റി നോക്കി. മനസ്സിലാവുന്ന ഭാഷയിലല്ല, വളരെ കണക്കുകളും ശാസ്ത്രവും സാങ്കേതികവും അതുപോലുള്ള വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ച് അവർ ഇത് വീഡിയോ ഒഴിവാക്കി ഇതിൻ്റെ ഗൗരവം അറിയാതെ പോകും. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ചെറിയ അരുവികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നീർച്ചാലുകളായി വരുന്നത് തോടുകളായിട്ടും വലിയ അരുവികളായിട്ടും വന്നുകൊണ്ട് ഒരു ഭാഗത്തേക്ക്, ഈ മുല്ലപ്പെരിയാർ എന്ന ഭാഗത്തേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വലിയൊരു മതിൽ കെട്ടി വെള്ളത്തിനെ അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം എത്ര വർഷം മുന്നേ ഉള്ള അതെല്ലാം മറ്റു വീഡിയോകളിൽ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു മതിൽ കെട്ടി കുറേ ഉള്ളിൽ ഒരുപാട് വെള്ളം അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. എത്ര ഹൈറ്റിലാണ്? ഹൈറ്റിൻ്റെ പരിധിയും നിങ്ങൾ മറ്റു വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കുക. ഒരുപാട് ഹൈറ്റിൽ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ഹൈറ്റിൽ, ചുരുക്കി പറഞ്ഞാൽ ഒരു 25 നില ബിൽഡിങ്ങിൻ്റെ അത്രയും ഉയരത്തിൽ വെള്ളം ഇങ്ങനെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കുക.
പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെയിൻറ്റ് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതൊന്ന് പൊക്കി നോക്കുക. 15 ലിറ്റർ കൊള്ളുന്ന ഒരു പെയിൻറ്റ് ബക്കറ്റ് എത്ര വെയിറ്റ് ഉണ്ട്? ആ ബക്കറ്റിലുള്ള എത്രയോ കോടി ലിറ്റർ വെള്ളം ഇതിൻ്റെ അകത്ത് സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും വെള്ളം ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള വെയിറ്റ്, അതിനുള്ള ഘനം ഒരുപാട് താഴേക്ക് പുഷ് ചെയ്യും, ഒരുപാട് താഴേക്ക് അമർന്നിരിക്കും ഈ വെള്ളം. അപ്പോൾ തന്നെ ഭൂമി ഒരുപാട് പാളികളായിട്ടാണ്, മണ്ണുണ്ട്, ചെളിയുണ്ട്, ചെങ്കല്ലുണ്ട്, അതുപോലെ കരിങ്കല്ലുണ്ട്, ചീടിയുണ്ട്, അതുപോലെയുള്ള ഓരോ പാളികളായിട്ടാണ് ഭൂമി അടുക്കി വെച്ചത്. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ തെന്നി മാറിക്കൊണ്ടേയിരിക്കും, അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി, ഇങ്ങനെ ചലനമുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഇത്രയും വെയിറ്റ് ഇതിൻ്റെ മുകളിൽ എത്രയോ വർഷം കൊണ്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള കല്ലുകൾ, വലിയ വലിയ പാറ കഷ്ണങ്ങളെല്ലാം തെന്നി നീങ്ങി പല ഭാഗത്തേക്ക് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ആഴം കഴിഞ്ഞ് എത്രയോ താഴ്ചയിലേക്ക് വീണ്ടും താഴ്ന്നു പോയിരിക്കുന്നുണ്ട്. വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഗർത്തങ്ങളിലെല്ലാം ചെളിയും മണലും ചെറിയ പാറ കഷ്ണങ്ങളെല്ലാം ഒരു എക്കൽ മണ്ണ് പോലെ അടിഞ്ഞു കൂട്ടിയിരിക്കുകയാണ്. പിന്നെയുള്ളത് നീളത്തിൽ കെട്ടിവെച്ച ഒരു മതിൽ, ഒരു 3 മീറ്റർ വീതിയുള്ള ഒരു മതിൽ, അത്രയേ ഉള്ളൂ. അതായത് ഒരു റൂമിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ മതി, ഒരു റൂമിൻ്റെ സൈസ് 3 മീറ്ററിലുള്ള ഒരു മതിൽ. എത്ര ലിറ്റർ വെള്ളമാണ് പൊക്കി വെച്ചത്? ഒരു പ്ലാസ്റ്റിക് കീസിൽ വെള്ളം കെട്ടി നിലത്ത് വെച്ച് നോക്കി, സൈഡിലേക്കുള്ള പ്രഷർ വിരൽ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ പ്രഷർ, അതിൻ്റെ തള്ളിച്ച് എത്ര കാണുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇത്രയും പ്രഷറിൽ, അതായത് ഇങ്ങനെ പൊട്ടാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന വലിയൊരു ബോംബ് എന്ന് വേണമെങ്കിൽ തന്നെ എല്ലാവരും പറയും പോലെ ബോംബ് തന്നെ, ചെറിയ ബോംബല്ല, ആറ്റം ബോംബ്. അതിന് കണക്ക് പറയുന്നുണ്ട്. നാഗസാക്കിലും ഹിരോഷിമയിലും പണ്ട് കൊണ്ട് വർഷിച്ച ബോംബിൻ്റെ 140 മടങ്ങാണെന്ന് തോന്നുന്നു. കണക്കുകളെല്ലാം മറ്റു വീഡിയോയിൽ നിങ്ങൾ നോക്കുക. ഇതിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്, പൊട്ടാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ് അവിടെ. ഈ ഡാം ഉണ്ടാക്കിയ എഞ്ചിനീയർ പറഞ്ഞ കാലാവധി കഴിഞ്ഞ് അതിന് 2 ഇരട്ടി വർഷം വീണ്ടും കഴിഞ്ഞു. പിന്നെ അന്നത്തെ നിർമ്മിതി എന്ന് പറഞ്ഞ സുർക്കി എന്നെല്ലാം പറയുന്ന ഒരു മിശ്രിതവും അതുപോലെ മറ്റ് പാറക്കല്ലുകളും എല്ലാം കൂട്ടിയുണ്ടാക്കിയതാണ്. സിമെൻറ്റിനേക്കാളും ബലം കുറവാണെന്ന് പറയുന്നു. എങ്കിലും ഞാൻ പറയുന്നു, ഇന്ന് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സിമെൻറ്റിനേക്കാൾ എത്രയോ ബലമുള്ള ഒരു ലായനിയാണ് ഈ സുർക്കി എന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും വർഷം അത് തടുത്തു നിന്നു. കാരണം ഇന്നത്തെ സിമെൻറ്റ് ഉപയോഗിച്ച് ഒരു ബിൽഡിങ്ങോ പാലങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ മാക്സിമം 15 വർഷം കഴിഞ്ഞാൽ അത് പൗഡറായിട്ട് പുറത്തേക്ക് തള്ളിപ്പോരാൻ തുടങ്ങും. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന എംസാൻഡ് ബീസാൻഡ് എന്ന് പറഞ്ഞ പാറപ്പൊടി കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിമെൻറ്റ് പൗഡറാക്കി കളയുകയും ചെയ്യും. നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയവശമായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടുന്ന ശുദ്ധമായ വെള്ളം നമ്മുടെ നാട്ടിൽ തന്നെ കെട്ടി നിർത്തി ഇവിടെ നിന്നും തമിഴന്മാർ അത് കൊണ്ടുപോയി അവരവിടെ കൊണ്ടുപോയി കൃഷി ചെയ്ത് മാരക വിഷങ്ങൾ അതിൽ ഉപയോഗിച്ച് അത് മലയാളികളെ കൊണ്ട് തീറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കേരളത്തിലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പൊതുവെ കൃഷി ആർക്കും വേണ്ട, ചെയ്യാൻ ഇടവുമില്ല. വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെ കറങ്ങിയാലും, ഇവിടെ കറങ്ങാൻ കഴിയാത്തവർ ഈ യൂട്യൂബ് വഴിയും എല്ലാ ലോകവും ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും ലോകത്തിൽ മഹാ അത്ഭുതം കേരളമാണ്. കാരണം എവിടെ നോക്കിയാലും വീടുണ്ട്, ആ വീടിനിടയിൽ ഇൻഡസ്ട്രിയലുകളുണ്ട്, അതിനുള്ള വർക്ക്ഷോപ്പുകളുണ്ട്, അവിടെ തന്നെ സ്കൂളുകളും മദ്രസകളും പള്ളികളും ചർച്ചുകളുമുണ്ട്, അവിടെ കായലുണ്ട്, തോടുണ്ട്, മലകളുണ്ട്. ഇങ്ങനെ ലോകത്ത് എവിടെയില്ല. മറ്റ് നാടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്തിന് ലോകം വിട്ട് മറ്റ് ഭാഗങ്ങൾക്കൊന്നും പോകണ്ട. ഇവിടെ തന്നെ ഇന്ത്യയിലെ മദ്രാസ്, കർണാടക, തെലുങ്കാന, അതുപോലുള്ള UP, ബീഹാർ, ഒറീസ എല്ലാ ഭാഗത്തും നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്ക്. അവിടെ എല്ലാം റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, പാർപ്പിടങ്ങൾ മാത്രം, ജനങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങുകൾ കാണാം. അവിടെ ആ ഭാഗത്ത് അത് മാത്രമേ കാണൂ. ഇൻഡസ്ട്രികളിലും വ്യവസായം നടക്കുന്ന ഒരു ഭാഗം കാണാം, അവിടെ അത് മാത്രമേ കാണൂ. കൃഷി നടക്കുന്ന ഭാഗം കാണാം, അവിടെ അത് മാത്രമേ കാണൂ. ഇത്തരത്തിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ലോകത്തെ എല്ലായിടത്തും ഉള്ളത്. കേരളത്തിൽ നേരെ മറിച്ചാണ്. എല്ലാം ഒരു അവയവൽ പരുവത്തിലെ നിർമ്മിതികൾ ഒരുപാട് എല്ലാ ഭാഗങ്ങളിലും എവിടെ നോക്കിയാലും വീടുണ്ട്, അവിടെ താമസമുണ്ട്, ആൾപ്പാർപ്പുണ്ട്. കേരളത്തിൽ ഈ എൻ്റെ തൊട്ട് ആ എൻ്റെ തൊട്ട് ക്രോസും വിലങ്ങും ചെരിഞ്ഞ് മറിഞ്ഞ് എവിടെ സഞ്ചരിച്ച് നോക്കി എവിടെയുണ്ട്. അവിടെ ഒരു മലയുണ്ട്, മലയുടെ ചെരിവിൽ കാണാം, കുന്നിൻ്റെ മുകളിൽ കാണാം. എല്ലായിടത്തും വീടുകളും ജനങ്ങളും ജനവാസ സ്ഥലങ്ങളുമായിട്ടാണ്. കാടിൻ്റെ ഉള്ളിൽ ചെന്നാൽ അവിടെ ഒരു സമൂഹം താമസിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ മനുഷ്യ സാന്ദ്രത ഇല്ലാത്ത, മനുഷ്യ സാന്നിധ്യമില്ലാത്ത ഒരു ഏരിയയുമില്ല. അപ്പോൾ എവിടെ ഒരു അപകടം സംഭവിച്ചാലും അതിന് മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് കൃഷി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് സ്ഥലമല്ല. എല്ലാ കൃഷിയിടങ്ങളും തട്ടി നിരത്തി വീടുകളായി, വലിയ വലിയ കൊട്ടാരങ്ങളും ബിൽഡിങ്ങുകളും ആയി കഴിഞ്ഞ് ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം കൃഷി ഉണ്ടാകുന്ന മണ്ണിൻ്റെ മുകളിൽ മലകൾ തല്ലിപ്പൊളിച്ച് അതിൻ്റെ മണ്ണിട്ട് ലെവൽ ചെയ്ത് ആ കൃഷിയുടെ എല്ലാം ഭൂമിയിലേക്ക് ഇല്ലാതായിപ്പോയി. അപ്പോൾ തമിഴൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് കേരളീയൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുല്ലപ്പെരിയാർ നിലനിർത്തിയേ പറ്റൂ. ഇവിടെയുള്ള വെള്ളം തമിഴന്മാർക്ക് കൊടുത്തേ പറ്റൂ. അവിടുന്ന് വിഷപ്പച്ചക്കറികൾ വാങ്ങി തിന്ന് രോഗികളായേ പറ്റൂ. ഇതൊക്കെ തന്നെയാണ് കേരളക്കാരുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പൊളിച്ച് കളയുക അതൊരിക്കലും മലയാളികളെ സംബന്ധിച്ച് ഒരിക്കലും ഭൂഷണമല്ല. കാരണം
മിനിമം പച്ചക്കറിയെങ്കിലും തിന്നാനുള്ള ഒരു വകുപ്പുണ്ടാവില്ല. വീട്ടിലാരും ഉണ്ടാക്കാനും കഴിയില്ല. കാരണം പ്രത്യേകിച്ചും ചെളിയും മണ്ണൊക്കെ ആവും. ഈ കർഷകരായിട്ട് ഇറങ്ങുമ്പോൾ കാലിൽ ചെളിയാവും, മണ്ണാവും, കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വിയർക്കുകയൊക്കെ ചെയ്യും. വിയർപ്പ് ഇങ്ങനെയൊക്കെ വരും, മൂക്കിൻ്റെ ഇതിലൊക്കെ ചുറ്റും. അതൊന്നും മലയാളികൾക്ക് അത്ര ഒരു നല്ല കാര്യമല്ല. മലയാളികൾക്ക് ഇങ്ങനെ നിരത്തി വെച്ച ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഇപ്പോൾ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി തിന്നാം. അങ്ങനെ ആർമാദിക്കുകയാണ് മലയാളി. ആർമാദിക്കുക, തിരിഞ്ഞു നോക്കിയാൽ തലയ്ക്ക് മുകളിൽ വലിയൊരു ബോംബും വെച്ചുകൊണ്ട് ആർമാദിക്കുക. ബോച്ചെ പറഞ്ഞില്ലേ, ജീവിതം ഒരുപാടൊന്നുമില്ലല്ലോ, ജീവിതം കുറച്ചേ ഉള്ളൂ, അത് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമല്ല, എല്ലാവരും ആർമാദിക്കുക. ബോച്ചയ്ക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്, ഏത് സമയത്ത് തീരുവാടോ പൊട്ടാൻ പോകും. പക്ഷേ ഇതിനായിട്ട് എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നില്ല. ശരിക്ക് എല്ലാവർക്കും അറിയാം, മുല്ലപ്പെരിയാർ പൊട്ടുക തന്നെ ചെയ്യും, പൊട്ടിയിരിക്കും. മുല്ലപ്പെരിയാർ പൊട്ടുക തന്നെ ചെയ്യും. ഏതൊരു നിർമ്മിതിക്കും അതിനൊരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അതോടുകൂടെ അത് കഴിയും. ഇപ്പോൾ നമ്മൾ പറയാം 50 വർഷത്തിന് വേണ്ടിയിട്ട് ഒരു നിർമ്മിതി, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയ 20 വർഷത്തിൽ അതിൻ്റെ മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്യും. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 70 വർഷം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ പുറത്ത് പൂശുന്നതിനെയാണ് മെയിൻറ്റെയിൻ. അകത്തേക്ക് പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്താലും അത് സപ്പോർട്ടിംഗ് ആയി നിൽക്കുന്ന ഭാഗത്തിന് അത് ക്ഷീണം സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ ചെയ്തതുപോലെ തന്നെ മുല്ലപ്പെരിയാറിൽ തമിഴന്മാർ വന്ന് ചെയ്തത്, മുല്ലപ്പെരിയാറിൻ്റെ സെൻറ്ററിലൂടെ കോറിങ് ചെയ്ത് അതിലേക്ക് കമ്പിയും സിമെൻറ്റും ഇറക്കി കോളങ്ങളായി അറസ്റ്റ് ചെയ്ത് നിർത്തിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ കോളം ഉള്ളൂ. ഈ കോളം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പൊട്ടുന്ന സമയത്ത് കോളം ബാക്കി നിന്ന് ആ പഴയ അതിൻ്റെ സെൻറ്ററിലുള്ള എല്ലാ സാധനവും ഒഴുകിപ്പോവും. കോളം ഒരു പക്ഷേ അവിടെ നിന്ന് കോളം വാർത്ത് മുകളിൽ നേരെ കോൺക്രീറ്റ് ചെയ്ത് ഒരു ബെൽറ്റ് പോലെ അസ്ഥിക്കൂടമായിട്ട് അത് അവിടെ നിൽക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ അതും അടിവാരി പോരും. അവിടെ നിൽക്കാൻ പ്രയാസം മാത്രമേ. കുത്തി ഒഴുകി പോരുമ്പോൾ ഒഴുകുക എന്നല്ല, ഡാം തകർന്ന് വീഴുക എന്ന് പറഞ്ഞു. അത്രയും ഹൈറ്റിൽ നിന്ന് പെട്ടെന്ന് വന്ന് വീഴുക, അങ്ങനെ ഉണ്ടാവുക. അതിൻ്റെ ആഘാതം അറിയണമെങ്കിൽ കടലിൽ ചെന്നിട്ട്, നല്ല തിരമാലയുള്ള സമയത്ത് കടലിൽ ചെന്ന് നോക്കിയാൽ മതി. തിര കയറി ഇറങ്ങിപ്പോകുന്ന സമയത്ത് അടുത്ത തിരയുമായി ഇടിച്ച്. ഈ വീഡിയോയുടെ തുടർ വീഡിയോ ഇതിനോട് കൂടെ പോസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ചിന്തിക്കുക, ഉചിതമായ തീരുമാനമെടുക്കുക.